ഞാനൊരു സോഷ്യൽ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോവാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചെറിയൊരു സമ്മാനമാണ്. താങ്ക് യു സർ. ഇവിടുത്തെ ട്രഡീഷണൽ ഷോപ്പ്. ഇപ്പം ഞാൻ അസല് മിസോറാംകാരനായി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുതേ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇതാ ഞാനുണ്ടല്ലോ, നമ്മുടെ പ്രഭാകരനെ കണ്ടിട്ട് കുറേ നാളായില്ലേ. ഈ പ്രഭാകരൻ ഫുള്ള് സെറ്റായി, ഞങ്ങൾ റൈഡിന് തയ്യാറായി. ഇനിയിപ്പോൾ നേരെ ത്രിപുര റൂട്ടിലേക്ക് പോവുകയാണ്. എൻ്റെ കൂടെ ഐസക് കൂടി വരുന്നുണ്ട്. നീ എങ്ങോട്ടേക്കാണ് പോകുന്നത് ശരിക്കും? ഞാൻ ഗുവാഹട്ടിയിലേക്ക് പോവാണ്. അപ്പോൾ ഞാൻ പോകുന്നെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കൂടെ വരുവാണ്. അപ്പം എന്നെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് അവിടെ നീ ഒന്ന് കരയുടെ ഒന്ന് പൊട്ടിക്കര. ഓക്കെ ഗൈസ്, അപ്പോൾ ഉണ്ടല്ലോ ഇത്രയും ദിവസം ഞാൻ ഏകദേശം 10 ദിവസത്തോളം ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. എന്നെ പൊന്നുപോലെ നോക്കി ഇവരെല്ലാവരും കൂടിയിട്ട് ഒരുപാട് സന്തോഷമുണ്ട്. എന്താ പറയുക, ഒരു ഹോംലി ഫീലിംഗ് കൂടി ഇറങ്ങുന്ന സമയത്ത്. എന്തായാലും പോയിട്ട് വരട്ടാടാ. ഓക്കെ, നീ എൻ്റെ കൂടെ വരുമല്ലോ. ഓക്കെ. പിന്നെ ഉണ്ടല്ലോ ഗൈസ്, വേറൊരു കാര്യം, നമ്മുടെ ഷോപ്പില്ലേ, നമ്മൾ ഇന്നലെ നൂഡിൽസൊക്കെ വാങ്ങിയ ഷോപ്പിൽ കപ്പി ഉണ്ട് ഇവിടെ. കപ്പി എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ബിസ്ക്കറ്റ്, വെള്ളം പോകുന്ന വഴിക്ക് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ തന്നു വിട്ടിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് എല്ലാവരും. അപ്പോൾ നമുക്ക് യാത്ര ഉണ്ടാകണം. നാട്ടിൽ വരുമ്പോൾ കാണാമെന്ന്. ആ ഉണ്ട്, എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, ശരി എന്നാലേ. ഐസക്കിൻ്റെ അമ്മയാണ്. അപ്പോൾ ഇവരോട് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞാൻ പോവുകയാണ്. ഫ്രണ്ട്സ്, അങ്ങനെയുണ്ടല്ലോ, ഐസ്വാൾ സിറ്റീനെ ഒരു തവണ കൂടി വലം വെച്ചിട്ട് നമ്മൾ പോയേക്കുവാണ് നേരെ കൊളാസിബ് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ആദ്യമേ വന്ന് നിന്ന നമ്മുടെ സാറുമാരുടെ അടുത്തേക്കാണ് കേട്ടോ ഞാൻ പോകുന്നത്. സന്തോഷ് സാറിൻ്റെയും തോമസ് സാറിൻ്റെ അടുത്തേക്ക്. അപ്പോൾ ഇവിടെ ഇത്രയും ദിവസം, ഇത്രയും നാൾ ഞാൻ ഏകദേശം 11 ദിവസമായിട്ട് ഇപ്പം ഐസ്വാൾ വന്നിട്ട്. ഐസ്വാൾ മിസോറാമിൽ കയറിയ പിന്നെ എനിക്ക് അധികം വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് അറിയാമല്ലോ ഓൾറെഡി എന്താണ് പ്രശ്നങ്ങളെന്ന്. പക്ഷേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് ഇത്രയും ദിവസത്തെ ഈ ഒരു 96 ദിവസത്തെ റെസ്റ്റ് പോലെയായിരുന്നു ഇവിടെയുള്ള ഡിജിലാണെങ്കിലും ഐസക്കാണെങ്കിലും പ്രജിത്താണെങ്കിലും ഇപ്പോൾ അണ്ണന്മാരാണെങ്കിലും എല്ലാവരും നല്ലപോലെ നോക്കി. എനിക്ക് ഫുഡെല്ലാം ഉണ്ടാക്കി, അണ്ണന്മാരെല്ലാം ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ച് തന്നു. ഇന്നലെ ഡിജിൽ ബീഫെല്ലാം വാങ്ങി ബീഫൊക്കെ ആക്കി തന്നു. ഒരുപാട് സ്നേഹം. എന്താ പറയുക, എനിക്ക് ഇറങ്ങുമ്പോൾ എന്തോ ഒരു സങ്കടമുണ്ട് കേട്ടോ, ഉള്ള പറയാലോ, ഒരു സാഡ് ഫീലിംഗ്. ഫ്രണ്ട്സ്, അങ്ങനെ ഒരു പ്രധാനപ്പെട്ട സന്തോഷമുള്ള ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ചാനൽ വന്നിട്ട് ഇപ്പം, നമ്മുടെ ഫാമിലി വന്നിട്ട്, ചാനലെന്നല്ല നമ്മുടെ ഫാമിലി വന്നിട്ട് ഇപ്പം 10,000 മെമ്പേഴ്സിന് മേലെ വന്നു കേട്ടോ. 10,000 മെമ്പേഴ്സ് കടന്നിരിക്കുന്നു. ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. അഭിപ്രായയുടെയൊക്കെ വീഡിയോയിൽ വന്നതിന് ശേഷം ഒരുപാട് ആൾക്കാർ ആ ഒരു റെഫറൻസിൽ വന്നവരുണ്ട്. നിങ്ങളോട് എല്ലാവരോടും ഒരുപാട് നന്ദി. എന്നും നിങ്ങൾ കൂടെ ഉണ്ടാവണം. നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, അവിചാരിതമായ യാത്രകളും അവിചാരിതമായ കാഴ്ചകളൊക്കെയാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ കിട്ടുക, ഈ ഒരു യാത്രയിൽ കിട്ടുക. അന്നേരം ഇപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകൾ തേടി പോകാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഈ കൗണ്ട് കൂടുന്ന എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ലോ ആകില്ല. ഇനി ഫുൾ ഓണാണ്, ഫുൾ പവറാണ്, പോസിറ്റീവ് മാത്രമായിരിക്കും നമ്മുടെ ചാനലിലൂടെ നമ്മൾ സ്പ്രെഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നിങ്ങൾ കൂടെ ഉണ്ടായാൽ മതി. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ അടുത്തുനിന്നൊരു സഹായം വേണം, നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ഹെൽപ്പ് വേണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനിയിപ്പോൾ ത്രിപുരയിലേക്കാണ് പോകുന്നത്. ത്രിപുരയിൽ ഇപ്പം നിങ്ങൾ ഈ ഒരു യാത്രയിൽ നിങ്ങൾ എങ്ങനത്തെ കാഴ്ചകളാണ്, ഇതുപോലത്തുള്ള കാഴ്ചകളാണ് കാണാൻ ഇഷ്ടപ്പെടുന്നതെന്ന്. അതായത് ആ വില്ലേജുകളിൽ പോകുന്നതാണോ, അതോ അവിടുത്തെ ഫുഡ് കാര്യങ്ങൾ ടേസ്റ്റ് ചെയ്യുന്നതാണോ, പിന്നെ അവിടുത്തെ എന്താ പറയുക പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളിൽ പോകുന്നതാണ്, എങ്ങനെയുള്ള ഏത് തരത്തിലുള്ള എൻ്റെ യാത്രയിൽ ഇനി എന്തെല്ലാം കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ മെച്ചപ്പെടുത്തണം എന്നുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്ന് സജഷൻ വേണം. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോസ് കാണുന്നത് നിങ്ങളാണ്. എനിക്കിപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിലെ വീഡിയോ ഏകദേശം മോർ ദാൻ 500 ആളുകൾ കാണുന്നുണ്ട്. അതെന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് അത് വലിയൊരു സംഖ്യയാണ്, വലിയൊരു നമ്പറാണ്. അപ്പോൾ അത്രയും പേരെങ്കിലും കാണുമ്പം എന്താ പറയുക, അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഈ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് അതിൻ്റെ സജഷൻ വരുന്നത്. എല്ലാവരും പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യൂ, പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഫ്രണ്ട്സ്, നമ്മളുണ്ടല്ലോ എണ്ണ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടത്തിലാണ്. ഇപ്പം പ്രഭാകരൻ്റെ ഓൾമോസ്റ്റ് ഫുൾ ടാങ്ക് എണ്ണയുണ്ട്. ഞാൻ അന്ന് അടിച്ച് വരുമ്പോൾ, അന്ന് അവിടെ നിന്ന് അടിച്ചില്ലേ, നിങ്ങൾ ഓർക്കുന്നില്ലേ, അന്ന് അടിച്ചതാണ്. പക്ഷെ നല്ല മൈലേജാണ് കേട്ടോ, ഉള്ള പറയില്ല. ഇപ്പോൾ എനിക്കൊരു 45+ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അധികം എണ്ണ ചിലവൊന്നുമില്ലേ. അപ്പം ഐസക്ക് വണ്ടിക്ക് എണ്ണ അടിക്കണം.
പറ്റിയെങ്കിൽ ഞാൻ അന്നേരം ഇപ്പോൾ ഫുൾ ടാങ്ക് ഞാൻ എവിടെ നിന്ന് കിട്ടിയാലും അപ്പോൾ ഫുൾ ടാങ്ക് അടിച്ച് വെക്കുവേ. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഐസ്വാളിൽ ഞായറാഴ്ച എണ്ണ കിട്ടില്ല, ഭയങ്കര ഇതാണ്. ഞങ്ങളിപ്പോൾ ഒരു 7-8 പമ്പിൽ പോയി, ഇവിടെ എണ്ണയില്ല. ഇനിയിപ്പോൾ ഈ ഐസ്വാളിൻ്റെ ഔട്ട് സൈഡിലൊരു പമ്പുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങോട്ടേക്ക് പോയി നോക്കുക. അപ്പോൾ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞായറാഴ്ച ദിവസങ്ങളിൽ ഇത് നിങ്ങൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരു ഹർത്താലിൻ്റെ പ്രതീതിയായിരിക്കുക, ഒന്നും ഉണ്ടാവില്ല, ഭക്ഷണം വരെ നമുക്ക് കിട്ടില്ല. അപ്പം ഞായറാഴ്ച പ്ലാൻ ചെയ്യുന്നവരൊക്കെ അങ്ങനെയൊക്കെ നോക്കി വരണം കേട്ടോ. നിങ്ങൾ ഈ സൈഡിൽ കൂടി കാണുന്ന ഇവരെല്ലാം പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ ട്രഡീഷണൽ പെണ്ണുങ്ങൾ ഈ പള്ളിയിലൊക്കെ പോകുമ്പോൾ ഇടുന്ന ട്രഡീഷണൽ ഡ്രസ്സ് എങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഒരു മുണ്ട് പോലത്തെ സാധനം അടിയിൽ കൊടുക്കും. Close till I get up, time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. ഐസോളിലോട്ട് കയറിയ മല നമ്മൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഫുള്ള് നല്ല എന്താ പറയുക, ചുറ്റിനും നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളാണ്. ഇപ്പോൾ ഒരു മൊത്തത്തിലൊരു ഉണക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നതിന് മാർച്ചൊക്കെ പോകുന്നതിന് ഫുള്ള് ഉണങ്ങി വരിക. പക്ഷെ ആ ഒരു നരച്ച ഒരു മലയുടെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഭയങ്കര രസമാണ്. ശരിക്കും റൈഡ് ചെയ്യാൻ പറ്റിയൊരു ക്ലൈമറ്റാണ് കേട്ടോ. ഇപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴയില്ല, വലിയൊരു തണുപ്പില്ല, എപ്പോഴും ക്ലിയർ വെതർ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ശരിക്കും നോർത്ത് ഈസ്റ്റിന് ഇതല്ലാണ്ട് വേറൊരു മുഖം കൂടിയുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മഴ പെയ്തതിന് ശേഷമില്ലേ ഫുള്ള് പച്ചപ്പൊക്കെ ആയിരിക്കും. ഇഷ്ടംപോലെ വെള്ളച്ചാട്ടങ്ങളും ഉണ്ടാവും, ഇഷ്ടംപോലെ വെള്ളച്ചാട്ടം ഉണ്ടാവും. നമുക്ക് ഒരു കാര്യം ചെയ്യാം, മഴ പെയ്യുന്ന സമയത്ത് വീണ്ടും ഒന്നുകൂടി വരാം. ഫ്രണ്ട്സ് ഇന്നുണ്ടല്ലോ ഞങ്ങൾ അങ്ങ് പോലെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഷോട്ടിൽ തപ്പി വരുമായിരുന്നേ. നോക്കിയത് ഇത് നമ്മുടെ പരിപ്പാണേ. ഇവിടെ ഇപ്പോൾ ഉണ്ടല്ലോ ഐസൊക്കെ കൂടിയുള്ളതുകൊണ്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്ന ഇവരുടെ ഭാഷയാണ്. ഇവരുടെ ഭാഷ അറിയാം ഇവർക്ക്. ഇതാണ് ഒരു നാട്ടിൻപുറത്തെ ആ ഒരു എന്താ പറയുക ചായക്കടയുടെ സെറ്റപ്പ്. നമ്മുടെയൊക്കെ നാട്ടിൽ വയസ്സായ അപ്പൂപ്പന്മാരിരിക്കുന്ന സമയത്ത് ഇവിടെ അമ്മൂമ്മമാരാണ് കേട്ടോ പുറത്തിരിക്കുക. അവിടെ ഇവിടെ അപ്പൂപ്പന്മാരൊക്കെ അന്നേരം പേടി ഉണ്ടാവുക. ഇവിടെ 2 പേരുണ്ട്, അവർ പണിയെടുക്കുന്നുണ്ട്. സോറി ഞാൻ കണ്ടില്ല. എടാ ഇത് പുകയിലല്ലേടാ, കേട്ടോ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടാണ് ഇവരാക്കുന്നത്. ടൊബാക്കോ കണ്ട ഇതുപോലത്തെ ഒരു പെട്ടിക്കകത്ത് ഇട്ടിട്ട് ഓക്കെ അത് പീസ് ആക്കി പൊടി ആക്കുന്ന എങ്ങനെയാണ് കേട്ടോ. ഇതാണ് സാധനം. ഉണക്കി കഴിയുമ്പോൾ ഇല ഇങ്ങനെ വരിക, അതിൻ്റെ അകത്തിട്ട് മുറിച്ചിട്ട് ഇതുപോലെ പൊടിയൊക്കെ വരും. സൂപ്പർ. ഞങ്ങളിത് കാണുന്ന ആ മലേൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി ഇങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഒരു സ്പെഷ്യൽ പാടം കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഐസക് ഇവിടെ ഉണ്ട്. എവിടെയായിരുന്നത്? ഓക്കെ ഇതാ ഇവിടുന്ന് താഴോട്ടേക്ക് ഒരു പാടമുണ്ട്. ഇതിപ്പോൾ ശരിക്കും വിളവെല്ലാം എടുത്തു കഴിഞ്ഞ് ഉണങ്ങി തുടങ്ങി. എടാ എന്തായിരുന്നടാ അതിൻ്റെ പേര് വന്ന്? സ്ക്വാഷ്. അതായത് ഫ്രണ്ട്സ് ഞാനൊരു ഫോട്ടോ അതിൻ്റെ കൂടെ ചേർക്കാം. കഴിഞ്ഞ ദിവസം ഐസക്കിൻ്റെ വീട്ടിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ഒരു മെഴുക്ക് പുരട്ടി പോലത്തെ ഒരു സാധനം തന്നിട്ടുണ്ടായിരുന്നു. ആ സാധനമാണ് കേട്ടോ അത്. ഇവിടുത്തെ ഇവരുടെ മെയിനായിട്ടുള്ളൊരു ഭക്ഷണമാണ്, തോരനൊക്കെ ആക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. അതിൻ്റെ ഒരു ഇതാണ്. ഇതുകൊണ്ടോ ശരിക്കും ആ കൃഷിയുള്ള സമയത്തെ ഈ ഒരു മല മൊത്തം അവിടെ കാണുന്നത് നിങ്ങൾ ആ ഉണങ്ങി കാണുന്ന എല്ലാം അതിൻ്റെ ഇതാണ്. മല നിറച്ച് ഇതിൻ്റെ പന്തലായിരിക്കും, പച്ച പന്തലായിരിക്കും. അയ്യോ അത് ആ ഒരു സമയത്ത് കാണാൻ ഭയങ്കര രസമായിരിക്കും. എൻ്റെ മോനത് ഓരോ കൃഷിയിടം വരെ ടൂറിസം പ്ലേസ് പോലെയാണ്. നോക്കി എന്ത് രസമാണ് നോക്കി നിങ്ങൾ. ഫുള്ള് പച്ച ഇതാ താഴ്വാരമാണ്. ഇങ്ങനെ താഴോട്ട് അങ്ങനെ പോവാണ് പച്ച കളറിൽ. തെന്നി വീണാൽ താഴെ എത്തുമായിരിക്കുമല്ലോടാ. ഫ്രണ്ട്സ് ഉണ്ടല്ലോ കഴിഞ്ഞ ദിവസമല്ല ഞാൻ രാത്രിയിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മളന്ന് ടെൻ്റൊക്കെ അടിച്ചില്ല. അന്നൊക്കെ അല്ല ഈ ഒരു മലയുടെ സൈഡ് ഇങ്ങനെ കത്തുന്നതായിട്ട് കണ്ടായിരുന്നേ. ആ ശരിക്കും ഇവർ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് കത്തിച്ച് വിടുന്നത് കേട്ടോ. ലിമിറ്റഡായിട്ട് തീ കത്തിക്കും, എന്നിട്ടാണ് കേട്ടോ ഇത് നടുന്നത്. ഇതവിടെ ആ ഒരു പോർഷനിൽ അവിടെയൊന്നും ഇതില്ല, അതെല്ലാം അങ്ങനെ കത്തിച്ച് റെഡിയാക്കിയതാണേ. ആ കരി തന്നെ വളമായിട്ട്. അതായത് പുറത്തുനിന്നൊന്നും കൊണ്ടുവരാണ്ട് എല്ലാം ഇവിടെ തന്നെ. അടിപൊളി. ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു ട്രഡീഷണൽ വീട്, ട്രഡീഷണൽ പട്ടി. പിന്നെ ഉണ്ടല്ലോ ഫ്രണ്ട്സ് ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി ഇപ്പോൾ മണിപ്പൂരൊക്കെ നമ്മൾ ഇടിച്ച് കയറി ചെന്ന പോലെ വീടുകളിലേക്ക് കയറി ചെന്ന് ചിലപ്പോൾ ഇവരെങ്ങനെ പ്രതികരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇവർ കുറച്ചും കൂടി ഉൾവലിഞ്ഞ സ്വഭാവമുള്ള ആളുകളാണ്. നിങ്ങൾക്ക് ഇത്ര നാളത്തെ ഒരു എക്സ്പീരിയൻസ് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഞാൻ പോകുന്ന വഴിക്ക് വേണമെങ്കിൽ ഒരിക്കൽ കൂടി ഒരു എക്സ്പീരിയൻസ് ഇപ്പോൾ ഒരാൾക്കാരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാവേ. ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പെട്ടെന്നങ്ങ് റെസ്പോണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പെട്ടെന്നങ്ങ് മിണ്ടുന്നയോ തരത്തിലുള്ള
ആളുകളല്ല. ഇവർ കുറച്ചും കൂടി അത് ദേഷ്യം കൊണ്ടൊന്നും അല്ല കേട്ടോ. ഇവർ കുറച്ചും കൂടി അങ്ങനെ എന്താ പറയുക, റിസർവ് ആയിട്ടുള്ള ഒരു സ്വഭാവമുള്ള കൂട്ടത്തിലുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് ഇവിടേക്ക് ചെല്ലാത്തത്. അതിപ്പോൾ ഇവിടെ മാത്രമേ ഉള്ളൂ. ഹായ്, അയ്യോ പുള്ളി കൈപൊക്കി കാണിച്ചു. ഞാൻ നിങ്ങളെ എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയാണ് പുള്ളീനെ കൈപൊക്കി കാണിച്ചു. പക്ഷേ നടന്നില്ല, പുള്ളി റിപ്ലൈ ചെയ്തു. അത് നോക്കട്ടെ, അടുത്ത കാണിച്ചു തരാം ഞാൻ. എന്നാലേ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, ഞാൻ നിങ്ങളിവിടെ വേറൊരു കാഴ്ച കാണിച്ചു തരാവേ. ഇതുണ്ട് ഇതിപ്പോൾ മലയിൽ നിന്ന് പൈപ്പിട്ട് ഒഴുകി വരുന്ന വെള്ളമാണ്. അതിങ്ങനെ ടാങ്കുകളിൽ ഇങ്ങനെ നിറച്ച് വെക്കും. ഇവിടെ നിന്ന് വേണമെങ്കിൽ അലക്കുകയൊക്കെ ചെയ്തില്ലേടാ. ഗ്രാമങ്ങളിലുള്ളവർ കുടിക്കാനും പറ്റും. ഓ, ഇത് കുടിവെള്ളം കൂടിയാണ്. ഇവിടെയുള്ളവർക്ക് വണ്ടി വേണമെങ്കിൽ ഇവിടെ ഒരു ചേട്ടൻ ഇപ്പോൾ വണ്ടി കഴുകുന്നില്ല, വണ്ടി കഴുകാം, അലക്കുന്ന. ഇതുപോലെ നമ്മൾ പോകുന്ന വഴിക്കെല്ലാം ഇതുപോലെ സെറ്റപ്പ് ഉണ്ട്. ഓരോ ഗ്രാമത്തിൻ്റെ സൈഡിൽ പബ്ലിക്കായിട്ട് അലക്കാനുള്ള ഒരു സെറ്റപ്പും അതിൻ്റെ അകത്ത് വെള്ളം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും കേട്ടോ. ഫ്രണ്ട്സ്, ഇവിടെ നോക്കി ഒരു ടാങ്കർ ലോറി ആക്സിഡൻ്റ് ആയതാണ്. അത് ഡീസലാണെന്ന് തോന്നുന്നല്ലേടാ. എൻ്റെ അമ്മേ, മല മറിഞ്ഞു പോയി കേട്ടോ. അത് ട്രാൻസ്ഫർ ചെയ്തു തോന്നുന്നു കേട്ടോ. അതല്ല, പോ അടുത്ത വണ്ടി വരുന്നതിന് മുമ്പ് പോവാം. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ അടുത്തൊരു സെറ്റിൽമെൻറ്റ് ഏരിയയിലേക്ക് കടക്കുവാണ്. ഇഷ്ടംപോലെ വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഉണ്ടല്ലോ, ഞാനൊരു സോഷ്യൽ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോവാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടുത്തെ ആളുകൾ, ഞാൻ നിങ്ങളോട് ഓൾറെഡി മുമ്പേ പറഞ്ഞല്ലോ, റെസ്പോണ്ട് ചെയ്യാൻ കുറച്ച് താല്പര്യക്കുറവുള്ള കൂട്ടത്തിലാണ്. അപ്പം ഞാനൊന്ന് ആളുകളെ കാണുന്നവരെല്ലാം ഇനി ഞാൻ വിഷ് ചെയ്യും. ഇനി കാണുന്നവരെല്ലാം വിഷ് ചെയ്യുക. അവർ തിരിച്ച് വിഷ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കേണ്ടത് നിങ്ങളാണ്. നോക്കാമല്ലോ, അവിടെ നിന്ന് 2 പേര് വരുന്നുണ്ട്. അവരും കൂടെ നോക്കുന്നില്ല. എന്നാലും നോക്കാം. ഇല്ല അവരെല്ലാം അത്ഭുതപ്പെട്ട് നോക്കുന്നുണ്ട്. ഇവരെന്തോ ഈ കാണിക്കുന്നത്. അടുത്ത ആളെ ഞാൻ വിഷ് ചെയ്യേ. കുറച്ച് പെൺപിള്ളേരാണ് പോകുന്നത്. അയ്യോ, വലിയ വണ്ടി വേണ്ട, കുറച്ചുകൂടെ മുമ്പോട്ട് പോയി നോക്കാം. അയ്യോ, ഇതൊന്നും എല്ലാവരും അപ്പുറത്തെ സൈഡിലോട്ടാണല്ലോ. ആരും ഇങ്ങോട്ടേക്ക് പോകാൻ തിരിച്ച് വരുന്നില്ലല്ലോ. ബൈക്കേട്ടൻ കൈ വിട്ടിട്ടുണ്ട് പണി. അതുകൊണ്ട് അത് ചെയ്യണ്ട. ഇതാ അവരും അങ്ങോട്ടേക്ക്. നമ്മളെ കാണണം, കണ്ടാലല്ലേ വിഷ് ചെയ്യുന്ന കാണാൻ പറ്റുള്ളൂ. അവർ പയ്യൻ ഒറ്റയ്ക്ക് വരുന്നുണ്ട്. അവനൊന്ന് വിഷ് ചെയ്യാം. യെസ്, അവൻ എനിക്ക് റെസ്പോണ്ട് തന്നെ. ഇനിയിപ്പോൾ അടുത്ത് നോക്കാവേ. വെയിറ്റ്. ഇതൊരു ടൗൺ പോലത്തെ ഏരിയ ആണ്. അവിടെ ഒരു പുള്ളിക്കാരൻ അങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ടാണ്. അവിടെ ഒരു ടീം വരുന്നുണ്ട്. ചിരിക്കുന്നുണ്ട്. അവർ ചിരിച്ചു. നോക്കിയില്ല. വണ്ടി നിർത്തരുതേ, പോടാ വിഷ് ചെയ്തിട്ട് ചേച്ചി റെസ്പോണ്ട് ചെയ്തേ. ഇതൊന്നിങ്ങനെ ഇന്നെന്താ ഞായറാഴ്ച അതുകൊണ്ടാണോ? നോർമലി ഇവരിങ്ങനെയൊന്നും റെസ്പോണ്ട് ചെയ്യാത്തേ ഗൈസ്. എന്തോ പറ്റി കേട്ടോ ഇവർക്ക്. അതവിടെ ഒരു കോട്ടൊക്കെ ഇട്ടിട്ട് അങ്ങ് അവിടെ നിന്ന് ഒരു പച്ച ബനിയനൊക്കെ ഇട്ടിട്ട് ചങ്ങായി വരുന്നുണ്ട്. ആ ചങ്ങാനെ വിഷ് ചെയ്ത് നോക്കാവേ. ചങ്ങായി കണ്ടുപോലുമില്ല. ഇവിടെ ഒരു അപ്പൂപ്പനുണ്ട്. വേണ്ട, വളവാണ്. അയ്യോ, ഐസക്കിനെ കാണുന്നില്ല. ഉണ്ടല്ലോ, ഐസക്ക് എന്തിനാണ് നിൽക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഒരു എന്താ പറയുക, ലോക്കലായിട്ടുള്ള വൈനുണ്ട് പോലും. അപ്പോൾ ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ കാണിച്ചു തരാമെന്നാണ് പറഞ്ഞായിരുന്നേ. അപ്പോൾ അതാ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നത്. നമ്മുടെ സോഷ്യൽ എക്സ്പെരിമെൻറ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ചേച്ചിയാണ്. വണ്ടി നിർത്തിയിട്ട് വിഷ് ചെയ്യാൻ എനിക്കൊരു മടി. കിട്ടിയാ എന്തായി? റെയറാണോ? നെല്ല് കൊയ്യുന്ന സമയമാണ്. അപ്പോൾ ഇത് നെല്ലിൻ്റെ അകത്തുനിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന സാധനമാണ് ഫ്രണ്ട്സ്. നെല്ല് കൊയ്യുന്ന സമയമാണ്, കിട്ടാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ ഒരു കുഞ്ഞു കൊച്ച്. അടിപൊളി. എൻ്റെ ദൈവമേ, ഇന്ന് ഞായറാഴ്ച എല്ലാവരും ഭയങ്കര റെസ്പോണ്ടാണല്ലോ. നോർമലി ഇങ്ങനെ സംഭവിക്കുന്നതല്ല ഫ്രണ്ട്സ്. ഇതെന്തോ പറ്റിയിട്ടുണ്ട് കാര്യമായിട്ട്. നമുക്ക് കുറച്ചുകൂടി മുമ്പിൽ പോയി നോക്കാമല്ലോ. ഇപ്പോൾ കാണിച്ചതിലൊരു 100% പേരിൽ 100-ലൊരു 75% ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ആൾക്കാർ കുറവാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഫുള്ള് അടച്ചിട്ടേക്കുക. എന്നാലും ആളുകളൊന്നും കാണുന്നില്ല. നോക്കാമല്ലോ. വേണ്ട, ബൈക്കിൽ വരുന്ന ചേട്ടനെ കൈവെക്കണ്ട. ഈ പിള്ളേരെല്ലാം അങ്ങോട്ടേക്കാണ് പോകുന്നത്. ആരും ഇങ്ങോട്ടേക്ക് വരുന്നില്ല. ഒരാളെങ്കിലും നോക്കുമായിരുന്നെങ്കിൽ ഒന്ന് വിഷ് ചെയ്യായിരുന്നു. വേണ്ട. ഇവിടെ ഒരു ചുമന്നിട്ടൊരു ചെക്കൻ ഇരിപ്പുണ്ട്. എൻ്റെ അമ്മേ, വിഷ് ചെയ്തു. അവിടെ കുറേ പെമ്പിള്ളേർ ഇരിപ്പുണ്ട്. അയ്യോ, എനിക്ക് വയ്യ. എല്ലാവരും വിഷ് ചെയ്യുന്ന കേസ്. എനിക്ക് മനസ്സിലാവുന്നില്ല ഇതെന്താ സംഭവിച്ചതെന്ന്. ഇങ്ങനെ വരാൻ വഴിയില്ല. ബോർഡർ കടന്നു പോയോ എന്തോ. അയ്യോ, അങ്ങനെയല്ല, ചെയ്യുന്നില്ല. ഞാൻ നല്ലൊരു കാര്യമല്ല അല്ലേ. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തിരിച്ചെടുക്കേണ്ടതായിട്ട് വരും. പക്ഷെ അങ്ങനെയല്ല, ഇവരിപ്പം വിഷ് ചെയ്യുന്നേ ഉള്ളൂ. അങ്ങനെ ശരിക്കും ഇങ്ങനെ അല്ലായിരുന്നു ഇത്രയും നാളെ. പിന്നെന്തോ, നിങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ മാർക്കറ്റിലൊക്കെ പോയ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും.
റെസ്പോണ്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ എല്ലാവരും റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. നോക്കാമല്ലോ. ആ ചേച്ചി മുടി മുറിക്കും. അത് വേണ്ട. ഇനിയിപ്പം മുമ്പിൽ വരുന്ന അടുത്ത ടീമിനെ നോക്കാതെ ഇവർ റെസ്പോണ്ട് ചെയ്യില്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ. ആരെയും കാണുന്നില്ലല്ലോ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടേ എല്ലാവരും വീട്ടിൽ ഒതുങ്ങിക്കൂടി നിൽക്കുവാണ്. കുറച്ചുകൂടി നമുക്ക് മുമ്പോട്ട് പോയി നോക്കാം. ആരെയും കാണുന്നില്ലല്ലോ. ഇത്ര ആൾക്കാർക്ക് ഇത്ര ക്ഷാമോ? ദൈവമേ. വേണ്ട, അവരെ വിഷയണ്ട. അയ്യോ, അതവിടെ 2-3 പെൺപിള്ളേർ പോകുന്നുണ്ട്. അവരെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ വിഷ് ചെയ്യുന്നില്ല. സത്യമായിട്ടും അവിടെ ഒരു പയ്യൻ വരുന്നുണ്ട്. പയ്യൻ ചക്കൻ മിസ്സായിപ്പോയി, എന്നെ കണ്ടില്ല. ഒരു കുഞ്ഞുവാവ. കുഞ്ഞുവാവ എന്നെ കാണുന്നില്ല. അത് അല്ല, വേണ്ട, അവരെ വേണ്ട. വണ്ടി ഓടിക്കുന്നവരെ നമ്മൾ വിഷ് ചെയ്ത് അവർ തിരിച്ച് വിഷ് ചെയ്ത് അവസാനം എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഞാൻ വണ്ടി ഓടിക്കുന്നൊരു വിഷ് ചെയ്യാത്ത കേട്ടോ. കുറച്ചുകൂടി മുമ്പോട്ട് പോകുന്നുണ്ട്. അവിടെ നിന്നൊരു ചേട്ടൻ നമ്മളെ കാണുന്നില്ല. കാണുന്നുണ്ടോ? കാണുന്നില്ല. ഇല്ല, ചങ്ങായി റെസ്പോണ്ട് ചെയ്തില്ലേ? കണ്ട, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവരിങ്ങനെ റെസ്പോണ്ട് ചെയ്യൽ കുറവായിരിക്കും. നോർമലി അങ്ങനെ വരാൻ വഴിയില്ലാത്തതാണ്. ഇനിയിപ്പോൾ അടുത്ത ടീമിനെ നമുക്ക് നോക്കാവേ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടുണ്ടല്ലോ ഫ്രണ്ട്സ്, ഞാൻ ഓൾറെഡി പറഞ്ഞു എല്ലാവരും റോഡിലൊന്നും ആരുമില്ല. അതുകൊണ്ട് നമ്മുടെ സോഷ്യൽ എക്സ്പെരിമെൻറ്റ് അത്രയ്ക്കങ്ങ് ആൾക്കാരെ കിട്ടുന്നില്ല. ഒരുപാട് ആൾക്കാരെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ആളുകൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത്. ഇത് സ്ഥലം കഴിഞ്ഞോ? സെറ്റിൽമെൻറ്റ് കഴിഞ്ഞു എന്ന് തോന്നുന്നു കേട്ടോ. എല്ലാവരും റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് ഫ്രണ്ട്സ്. ഇന്ന് ഇവർക്ക് എന്തോ പറ്റി. അപ്പം നമ്മളുടെ സോഷ്യൽ എക്സ്പെരിമെൻറ്റിൽ നിന്നും നമുക്കൊരു നിഗമനത്തിലെത്താം. ഇവിടെയുള്ള ആളുകൾ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു കേട്ടോ. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ഓടി കൊളാസിപ്പ് എന്ന് പറയുന്ന ടൗണിലെത്തിയ കൊളാസിപ്പ്. നമ്മൾ ആദ്യമേ വന്ന സമയത്ത് ഇവിടെയാണ് താമസിച്ചത്. മിസോറാമിലെ ഏറ്റവും വലിയ 2ാമത്തെ സിറ്റിയാണ് കേട്ടോ കൊളാസിപ്പ്. ഫ്രണ്ട്സ്, അങ്ങനെ ഒടുവിൽ ഓടി നമ്മളിതാ വീണ്ടും നിങ്ങൾ മുമ്പ് കണ്ടില്ലേ സന്തോഷ് സാറിൻ്റെ വീട്ടിലെത്തിയേ. സാർ ഇവിടെ ഉണ്ടോയെന്ന് അറിഞ്ഞൂടാ. തുറന്നല്ലേ കിടക്കുന്നേ? സാർ എന്തായാലും ഉണ്ട്. സാറേ, അവിടെ ഉണ്ട്. ഹായ്. ഓക്കെ, എന്താ സാറിനെ വീണ്ടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ വീണ്ടും തിരിച്ചു വന്നു കേട്ടോ, പോകുന്നില്ല. ഓക്കെ, നമ്മൾ വന്ന് കയറിയോടെ തന്നെ സാറൊന്ന് കഴിക്കാൻ ഉണ്ടാക്കി വെച്ച ചോറും കറിയെല്ലാം എടുത്ത് കഴിക്കുവാണേ. അതുകൊണ്ട് സാറിന് വെച്ച് കഴിക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ നിർബന്ധിച്ചു സാറിന് നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന്. അപ്പോൾ സാറ് സമ്മതിക്കുന്നില്ല. എന്തായാലും ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ കാഴ്ച ഇത്രയേ ഉള്ളേ. ഇന്ന് ഇവിടം വരെ വന്നു. ഞാനിവിടെ സ്റ്റേ ചെയ്യുകയാണ്. ഇനിയിപ്പോൾ ഈ ഒരു കാഴ്ച നിങ്ങൾ ഇന്ന് വൈകുന്നേരത്തേക്ക് കാണിക്കാൻ വേണ്ടി റെഡിയാക്കി എടുക്കണം. അന്നേരം ഇപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യട്ടെ. ഇപ്പോൾ നാളെ രാവിലെ ഇവിടെ നിന്ന് എണീറ്റ് ഞാൻ ത്രിപുരയിലേക്ക് ട്രാവൽ തുടങ്ങുകയാണ് കേട്ടോ. പോകുന്ന വഴിയൊക്കെ അത്യാവശ്യം നല്ല മോശമായ വഴികളൊക്കെ ആണെന്നാണ് കേട്ടോ. അപ്പോൾ നാളെ അതിരാവിലെ നമുക്ക് യാത്ര തുടരണം. അപ്പം വ്യത്യസ്തമായ ത്രിപുരയുടെ കാഴ്ചകളുമായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ. എല്ലാവരും കൂടെ ഉണ്ടാവണേ. ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കരുതേ.